ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് 5 ദിവസത്തെ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. 13 രാജ്യങ്ങളുടെ പവലിയനുകൾ പ്രദർശനമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്നീ 3 ആശയങ്ങളിലാണ് പ്രദർശനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബംഗ്ലാദേശിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർല പങ്കെടുക്കും. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രതിബദ്ധത സ്പീക്കറുടെ പങ്കാളിത്തത്തിലൂടെ വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള അസമിലെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഗുവാഹത്തി സന്ദർശിക്കും. 3 ദിവസത്തെ പര്യടനത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമ ബംഗാളിലെ 7 അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. ഇവർക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഫോം 7 സമർപ്പിച്ചിട്ടുള്ള എല്ലാ എതിർപ്പുകളും തീർക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നിർദ്ദേശം നൽകി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പ് ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വേൾഡ് മാർക്കറ്റ് മൈതാനത്ത് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക പാർലമെന്റ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. അതേസമയം അവശ്യ ആരോഗ്യ സേവനങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, പത്തനംതിട്ടയിലെ കോന്നി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോതായ 8 രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131ാമത് പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ശ്രീലങ്കൻ തമിഴരുടെ പൌരത്വ അപേക്ഷകൾ പരിഗണിക്കുന്നത് വിലക്കുന്ന മുൻ ഭരണ നിർദ്ദേശങ്ങൾ റദ്ദാക്കുന്നത് പരിഗണിക്കണമെന്ന് കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഏകദേശം 89,000 പേർ ഇപ്പോൾ തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ടെന്നും അവരിൽ വലിയൊരു വിഭാഗം 30 വർഷത്തിലേറെയായി ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കൻ തമിഴരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായ പഠനം നടത്തി പ്രവാസി തമിഴർക്കായി പരിഗണിക്കേണ്ട കാര്യങ്ങൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീ MK സ്റ്റാലിൻ വ്യക്തമാക്കി. സഹകരണ മേഖലയിലെ പ്രധാന പരിഷ്കാരങ്ങളും വിപുലീകരണ പദ്ധതികളും അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നാളെ സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ചേരും. ഗുജറാത്തിൽ നടക്കുന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുക്കും. സഹകരണ മന്ത്രാലയം ഏറ്റെടുത്ത പ്രധാന സംരംഭങ്ങളുടെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തും. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ 4 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സഹകരണം, ഉഭയകക്ഷി ബന്ധം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സന്ദർശന വേളയിൽ ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കരസേനാ മേധാവി ആശയവിനിമയം നടത്തും. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഇന്ന് അമരാവതി സന്ദർശിക്കും. ആരോഗ്യം, നിർമ്മിത ബുദ്ധി എന്നീ സംരംഭങ്ങളിലെ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവുമായി അദ്ദേഹം ചർച്ച നടത്തും. ഗേറ്റ്സ് ഫൌണ്ടേഷൻ ചിറ്റൂർ ജില്ലയിലെ കുപ്പത്തിൽ നടത്തുന്ന ആരോഗ്യ പദ്ധതികളെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടക്കും. സംസ്ഥാനത്ത് SSLC മോഡൽ പരീക്ഷയ്ക്ക് തുടക്കമായി. ഈ മാസം 20-ന് അവസാനിക്കുന്ന രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷാ ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് പൊതുപരീക്ഷ മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് അവസാനിക്കും. കണ്ണൂർ സിറ്റി പോലീസിന് കീഴിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീർ സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലയിലെ 10 SPC വിദ്യാലയങ്ങളിൽ നിന്നുള്ള 20 പ്ലറ്റൂണുകളിലായി 440 സീനിയർ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.